ഒരിടത്തൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 11 രാജ്ഞിമാരും. രാജ്ഞിമാരോടൊപ്പം ഒരുമിച്ച് വാഴാൻ അദ്ദേഹത്തിന് 11 അന്തഃപുരങ്ങളുള്ള ഒരു കൊട്ടാരമുണ്ടാക്കി. രാജ്ഞിമാരുടേത് ആർഭാട ജീവിതമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം, പുറം ലോകത്തിറങ്ങി നടക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. കൊട്ടാരത്തിലിരുന്ന് പുറം ലോകം കാണാൻ രാജാവ് 953 ജനലുകളുള്ള ഒരു മണിമാളിക പണിതു. പിന്നീട് ഒരിക്കൽ പട്ടണത്തിന് മുഴുവൻ ഒരേ നിറം കൊടുത്തു. എന്താ നിറം എന്നറിയോ? പിങ്ക്. ഞാൻ എവിടെയാണെന്നറിയോ? ഐ എം ഇൻ ജയ്പൂർ, ദ പിങ്ക് സിറ്റി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേസ്റ്റൽസ് ഓഫ് ഫ്രീ. അധികം യുദ്ധങ്ങളുടെ ഒന്നും കഥ പറയാനില്ല. അത് ഒരു പാവം നാട്ടുരാജ്യമാണ് ജയ്പൂർ. ജയ്പൂരിന് പറയാനുള്ളത് ആർഭാടത്തിന്റെയും കളറുകളുടെയും കഥയാണ്. നമുക്കൊന്ന് ജയ്പൂർ കണ്ടാലോ? കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന പിങ്ക് സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാൻ സിറ്റിയാണ് ജയ്പൂർ. അറൌണ്ട് 3 മില്യൺ ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ. 953 ജനലുകളുള്ള ഹവാമഹൽ. രാജ്ഞിമാർക്ക് പുറം ലോകത്തേക്കുള്ള കിളിവാതിലുകളാണിത്. വെള്ളത്തിനടിയിലും മുകളിലുമായി നിലകൊള്ളുന്ന ജൽമഹാൾ. 5 നിലകളിൽ 4 നിലകളും വെള്ളത്തിനടിയിലാണ്. തലമുറകളായി രാജ്യഭരണം നടന്നു വന്ന അമർ ഫോർട്ട്. ആനസവാരിയും ഒട്ടക സവാരിയും ലോക്കൽ മ്യൂസിഷ്യൻസും പാവകളയും ഒക്കെയായി ഒരു ഫെസ്റ്റീവ് അന്തരീക്ഷമാണ് ഇവിടെ. രാജകുടുംബത്തിന്റെ സുഖ സൗകര്യങ്ങൾക്കായി നിർമ്മിച്ച ഹണ്ടിംഗ് പാലസ് അഥവാ നഹർഗർ ഫോർട്ട്. ഇവിടെയാണ് 11 രാജ്ഞിമാരുടെ അന്തഃപുരങ്ങൾ. സുരക്ഷയ്ക്കും പട്ടാളക്കാരുടെ ക്യാമ്പിങ്ങിനും നിർമ്മിച്ച ജയ്ഗർ ഫോർട്ട്. ഇതിന്ന് ഒരു മേജർ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനാണ്. അമർ ഫോർട്ടുമായി അണ്ടർഗ്രൗണ്ട് പാസ് വഴി കണക്റ്റഡ് ആണ്. ഇപ്പോൾ രാജകുടുംബം താമസിക്കുന്ന സിറ്റി പാലസ്. പ്രൈവറ്റ് റെസിഡൻസ് ആയ മൂൺ മഹാൾ ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ ഒരു മ്യൂസിയമാക്കി ടൂറിസത്തിന് തുറന്നു നൽകിയിരിക്കുന്നു. മങ്കി ടെമ്പിൾ അഥവാ ഗൽത്താജി ടെമ്പിൾ. മങ്കി ടെമ്പിൾ എന്നറിയപ്പെടാൻ കാരണം സിമ്പിൾ, ഇവിടെ മുഴുവൻ കുരങ്ങന്മാരാണ്. പിങ്ക് സിറ്റിയിൽ തന്നെയുള്ള ഒരു മ്യൂസിയമാണ് ആൽബർട്ട് ഹാൾ മ്യൂസിയം. രാജാവിൻ്റെ ഉടവാളും കൊട്ടാര അടുക്കളയിലെ വാർപ്പും ഒക്കെ ഇവിടെ ഉണ്ട്. ഹിസ്റ്ററി എൻത്യൂസിയാസ്റ്റിനൊക്കെ ഇവിടെ വന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും. ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാൻ പിങ്ക് സിറ്റിയിലെ ബസാറുകൾ. നമ്മളിപ്പോൾ ജയ്പൂർ പോവുകയാണെങ്കിലുണ്ടല്ലോ, മെയിൻലി മേടിക്കേണ്ടത് ജെം സ്റ്റോൺസ്, ജൂത്തീസ്, അവരുടെ ലൈറ്റ് വെയ്റ്റ് ക്വിൽസ്, ഇതൊക്കെ മാത്രം മേടിക്കാൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. രുചിയുടെ കലവറയായ ധാബകളും റെസ്റ്റോറൻറ്റുകളും. രാജസ്ഥാനി താലി ഒരു മുഖ്യ ആകർഷണമാണ്. അനേകം ഹെറിറ്റേജ് ഹോട്ടലുകളും ഹോം സ്റ്റേയും. ദിവസം 3 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്ന ഹവേലിയും ചെറിയ ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റുന്ന അനേകം ഹോസ്റ്റലുകളും ഇവിടെയുണ്ട്. ജയ്പൂർ ഒരു വെറൈറ്റി കാഴ്ചയാണ്. ആദ്യം നമുക്ക് പിങ്ക് സിറ്റി കാണാം. ഈ പിങ്ക് സിറ്റി എന്ന് പറയുമ്പം ആക്ച്വലി ഇത് പിങ്ക് ഒന്നുമല്ല, ഒരു ടെറക്കോട്ട കളറാണ്. പണ്ട് ഏതോ സായിപ്പ് ഈ ജയ്പൂർ കാണാൻ വന്നപ്പം അവിടുത്തെ രാജാവ് സിറ്റി ഫുൾ ഈ ടെറക്കോട്ട കളർ അടിച്ചു. സായിപ്പിന്റെ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള നോട്ട് ടേക്കറും അത് നോട്ട് ചെയ്ത് സായിപ്പ് ഇങ്ങനെ വാവ് പിങ്ക് എന്ന് പറഞ്ഞപ്പം പുള്ളി നോട്ട് ചെയ്ത് എടുത്തത് പിങ്ക് എന്നാണ്. സായിപ്പിനെ പിന്നെ ആരും തിരുത്തിയില്ല. പേടി കൊണ്ടാണോ ബഹുമാനം കൊണ്ടാണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇത് പിങ്ക് സിറ്റിയായി. ഇപ്പോഴത്തെ രാജാവിനെ കണ്ടേ പത്മനാഭ സിംഗ് ആണ് ഇപ്പോഴത്തെ ക്രൗൺ പ്രിൻസ്. പുള്ളി ഒരു ബാച്ചിലറാണ്. പെമ്പിള്ളേരൊക്കെ നോട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഇന്ത്യയുടെ പോളോ ടീം ക്യാപ്റ്റനാണ്. മാത്രമല്ല ഒരു പ്രമുഖ മോഡൽ കൂടിയാണ്. ഞാനൊരു രഹസ്യം പറയട്ടെ. ഇപ്പോഴത്തെ രാജാവ് ഒരു ദത്തുപുത്രനാണ്. ഇത് പൊതുവെ രാജകുടുംബങ്ങളിലൊക്കെ വളരെ കോമൺ ആണ്. ഇത് പറഞ്ഞപ്പം പക്ഷേ ഞങ്ങളുടെ ഗൈഡ് നമ്മുടെ ക്യാമറ എല്ലാം ഓഫ് ചെയ്യിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. പുള്ളി ഈ രഹസ്യം ഇങ്ങനെ ഒരു രഹസ്യമായിട്ട് പലരോടും പറയുന്നുണ്ടാവും. അപ്പം നിങ്ങളും കൂടെ അറിഞ്ഞോട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഇതൊരു രഹസ്യമായിരിക്കണം. ഇതാണ് രാജകുടുംബം. ഈ കൊടികൾ കണ്ടോ? രാജാവ് നാട്ടിലുള്ള സമയത്ത് 2 കൊടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ മുകളിലത്തെ ചെറിയ കൊടി ഉണ്ടാവില്ല. പക്ഷേ ജയ്പൂരിന്റെ മുഖമുദ്ര എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഹവാമഹൽ അഥവാ പാലസ് ഓഫ് വിൻഡ്സ്. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഇത് നിർമ്മിച്ചത്. പിങ്ക് സിറ്റി ഇതിന് ചുറ്റുമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹവാമഹൽ ഒരു കാഴ്ച തന്നെയാണ്. 5 നിലകളാണ്. ശ്രീകൃഷ്ണന്റെ കിരീടം റിസംബിൾ ചെയ്യുന്നതാണ് ഇതിന്റെ ഡിസൈൻ.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കിളിവാതിലൂടെയാണ് കാലാകാലങ്ങളായിട്ട് രാജ്ഞിമാർ പുറം ലോകം കണ്ടുകൊണ്ടിരുന്നത്. ബന്ധുര കാഞ്ചനം കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയെന്ന് കവി പറഞ്ഞത് ഓർമ്മയില്ലേ? അതുപോലെ ഈ രാജ്ഞിമാര് ആക്ച്വലി രാജാക്കന്മാര് വളരെ റെസ്പെക്റ്റോടെയും വളരെ ആർഭാടത്തോടെയൊക്കെ നോക്കിയിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ ഈ രാജ്ഞിമാർ ഇത് ആസ്വദിച്ചിരുന്നോ? ആർക്കറിയാം. പഴയ കാലത്ത് പർദാ സിസ്റ്റവും സതിയും ഒക്കെ നിലനിന്നിരുന്ന ഒരു നാടാണ് ജയ്പൂർ. പണ്ടത്തെ പോലെ ഇടുങ്ങിയ ചിന്താഗതിയൊന്നും ഇന്നത്തെ രാജകുടുംബത്തിനില്ല. അവസാനത്തെ മഹാറാണിയായ ഗായത്രി ദേവിയുടെ കാലത്ത് സ്ത്രീ സ്വാതന്ത്ര്യം വളരെ ആഘോഷിക്കപ്പെട്ടിരുന്നു. വോഗ് മാഗസിൻ ലോകത്തിലെ 10 സുന്ദരിമാരിൽ ഒരാളായി തിരഞ്ഞെടുത്ത ഗായത്രി ദേവി ഒരു തികഞ്ഞ പൊളിറ്റീഷ്യൻ, സോഷ്യൽ വർക്കർ, ഫാഷൻ ഐക്കൺ ഒക്കെയായിരുന്നു. 2009 മരിച്ച റാണിയുടെ ശവകുടീരം നിൽക്കുന്ന മഹാറാണിയോം കി ഛത്രിയാം ജയ്പൂരിലെ വേറിട്ട കാഴ്ചകളിലൊന്നാണ്. ഇനി കഥയിലെ രണ്ടാം ഭാഗം, നഹർഗർ ഫോർട്ട്. 11 അന്തപുരങ്ങളുള്ള ഒരു കൊട്ടാരമാണിത്. രാജാവ് 11 രാജ്ഞിമാരൊക്കെ ആയിട്ട് വന്ന് സുഖിച്ചിരുന്ന സ്ഥലമാണിത്. കൊട്ടാരത്തിന്റെ പേരിന്റെ പുറകിലുമുണ്ട് ഒരു കഥ. ശരിക്കും സുദർശൻഗർ എന്നായിരുന്നു ഈ കൊട്ടാരത്തിന്റെ പേര്. കൊട്ടാരം പണി നടന്ന കാലത്ത് നഹർസിംഗ് ഭൂമിയ എന്ന റാത്തോർ പ്രിൻസിന്റെ പ്രേതം കൊട്ടാരം പണി തടസ്സപ്പെടുത്തി. കൊട്ടാരം പണിത സ്ഥലം പഴയ കാലത്ത് നഹർസിംഗിന്റെ കുടുംബമായിരുന്നു അവിടെ താമസിച്ചത്. തൻ്റെ സ്ഥലത്ത് കൊട്ടാരം പണിത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പ്രേതശല്യം രൂക്ഷമായി. വേറെ രക്ഷയില്ലാതെ വന്നപ്പോൾ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം നഗർസിംഗിനായി മാറ്റിവെച്ചു. ഇവിടെ ഒരു അമ്പലം പണിതു. അങ്ങനെ ശല്യമില്ലാതെയായി. കാലക്രമേണ കൊട്ടാരത്തിൻ്റെ പേര് നഹർഗർ എന്നായി മാറി. ഇവിടെ നിന്ന് പട്ടണത്തിൻ്റെ രാത്രി കാഴ്ച കിടിലമാണ്. പട്ടണം മുഴുവൻ ലൈറ്റപ്പായി കാണാം. അതുകൊണ്ട് തന്നെ എല്ലാ ഈവനിങ് ഇവിടെ ധാരാളം ജനങ്ങൾ വരും. ഓരോ രാജാക്കന്മാരുടെ കാലത്തും കൊട്ടാരത്തിൽ പലവിധ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. 11 രാജ്ഞിമാരുള്ള സവായ് മധോസിംഗ് ആണ് കൊട്ടാരത്തിൽ 11 അന്തപുരങ്ങൾ പണിതു. ഓരോ രാജ്ഞിക്കും വേറെ വേറെ അന്തപുരങ്ങൾ. തമ്മിൽ കൂട്ടിമുട്ടാതെ രാജാവിന് ഇഷ്ടമുള്ള അന്തപുരത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പ്രത്യേക ഇടനാഴികൾ നിർമ്മിച്ചു. എന്താ അല്ലേ, യുദ്ധമൊന്നുമില്ലാതെ വന്ന രാജാക്കന്മാർക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ തന്നെ പണി. ഇങ്ങനെ ധാരാളം കഥകളും കാഴ്ചകളും ഒക്കെ ഉണ്ട് ജയ്പൂരിൽ. ജയ്പൂരൊന്ന് കാണണമെന്ന് തോന്നുന്നില്ലേ? ഒരു നല്ല ട്രാവൽ ഐറ്റിനറി, അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പം ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പേസ്റ്റൽസ് ഓഫ് റെയിൻ.